പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനങ്ങൾ റദ്ദ് ചെയ്തേക്കും എന്ന വിവരങ്ങൾ വരുന്ന ദിവസമാണ് ഇങ്ങനെ സംസ്ഥാന വ്യാപകമായി സർവകലാശാലകളിൽ SFIയുടെ പ്രതിഷേധം. അത് ഒരുപക്ഷെ നേരത്തെ അറിയിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും വലിയൊരു പ്രതിഷേധത്തിന്റെ കാര്യം സംസ്ഥാന വ്യാപകമായി ഉള്ളത് അറിയിച്ചിട്ടുണ്ടായിരുന്നുമില്ല. സ്വാഭാവികമായി ഈ നടപടിക്ക് മുന്നോടിയായുള്ള SFIയുടെ വലിയ പ്രതിഷേധം അങ്ങനെ തന്നെ വേണ്ടേ കാണാൻ? തീർച്ചയായിട്ടും ശരി. അതായത് ഒരു ഒത്തുതീർപ്പിലേക്ക് ഇനി കാര്യങ്ങളില്ല. ഇതൊരു നേർക്കുനേർ ഏറ്റുമുട്ടലായി മാറുകയാണ്. ഗവർണർ സിൻഡിക്കേറ്റ് ഏറ്റുമുട്ടലായി കാര്യങ്ങൾ മാറുന്നു എന്ന കൃത്യമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ സംയമനത്തിന്റെ പാത വെടിഞ്ഞുകൊണ്ട് തീർത്തും പ്രകോപനത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ ഒരു പ്രതിഷേധം നേതൃത്വത്തിൽ ഇന്ന് സർവകലാശാലയിൽ അപ്രതീക്ഷിതമായി അല്പസമയം മുമ്പ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ രാജ്ഭവൻ പരിസരത്തേക്ക് കൂടി പ്രതിഷേധം കടുപ്പിക്കുമെന്ന ഒരു സൂചനകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസിനെ രാജ്ഭവൻ പരിസരത്തും വിന്യസിക്കുന്നതായാണ് പുറത്തുവരുന്ന വിവരം. അതായത് ഇനി ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും ഇല്ലാത്ത ഒരു പശ്ചാത്തലം ഉരുത്തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ഇതൊരു നിയമ പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു പ്രകോപനപരമായ ഒരു ഏറ്റുമുട്ടലിലേക്ക്, പോലീസുമായുള്ള ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രവർത്തകർ കൂട്ടമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വൈസ് ചാൻസലറുടെ ഓഫീസ് പരിസരത്തേക്ക് അതിനടുത്തേക്ക് എത്താനുള്ള ഒരു നീക്കം നടത്തിയെങ്കിലും കൂടുതൽ പോലീസിനെ അവിടെ വിന്യസിച്ചുകൊണ്ട് അവരെ ചെറുക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിയത്. പക്ഷേ ഒരു ഘട്ടത്തിൽ അത് ലാത്തി ചാർജിലേക്ക് വരെ കടന്നേക്കുമെന്ന അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു. പക്ഷേ പോലീസ് അങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് കടന്നില്ല. ഇപ്പോഴും പ്രവർത്തകർ കൂട്ടം കൂടി നിന്ന് പോലീസിന് നേർക്ക് മുദ്രാവാക്യം വിളിക്കുകയാണ്. അതിനിടയിലാണ് പോലീസിനെ കണ്ണുവെട്ടിച്ചുകൊണ്ട് പ്രധാന കവാടത്തിന് സമീപത്ത് കൂടി ഏതാനും പ്രവർത്തകർ അകത്തേക്ക് കയറിയത്. പക്ഷേ അല്പസമയത്തിന് ശേഷം അവിടെ ഗ്രില്ലുകൾ ലോക്ക് ചെയ്തിരിക്കുന്നതിനാൽ മറുവശത്തു കൂടി അവർ വീണ്ടും പുറത്തേക്ക് എത്തി പ്രധാന കവാടത്തിലെത്തി മുദ്രാവാക്യം മുഴക്കുകയാണ്. ഒരുപക്ഷെ തുടരാൻ പോലീസ് അനുവദിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂടുതൽ പോലീസ് ബസ്സുകൾ എത്തിച്ചുകൊണ്ട് പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമായിരിക്കും നടത്തുക. എന്തായാലും 2 ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് പ്രവർത്തകരെ നിയന്ത്രിക്കാനുള്ള ഒരു നീക്കം പുരോഗമിക്കുന്നത്. കേരള കാലിക്കറ്റ് വിസിമാർ രാജിവെക്കണം, ഗവർണറുടെ ബലത്തിൽ നടത്തുന്ന ഇത്തരം അധികാര പ്രയോഗങ്ങൾ അനുവദിക്കാനാവില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ 4 സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇന്ന് SFI പ്രവർത്തകരുടെ മാർച്ചും പ്രതിഷേധവും ഒക്കെ നടന്നത്. കേരള, കാലിക്കറ്റ്, MG, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആസ്ഥാനങ്ങളിലാണ് SFI പ്രവർത്തകരുടെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളുകളായി SFI പ്രതിഷേധം സ്ഥിരമായ സംഭവമാണ്. പക്ഷേ ഇന്നിപ്പോൾ വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധമാണ് കാണുന്നത്. SFI പ്രവർത്തകർ കൂട്ടത്തോടെ എത്തി ബാരിക്കേഡ് മറികടന്ന് സർവകലാശാല ആസ്ഥാനത്തെ മതിൽ ചാടിക്കടന്ന് അകത്തേക്ക് വരികയായിരുന്നു. ഇപ്പോൾ സർവകലാശാല ക്യാമ്പസിലെ VC ഉൾപ്പെടെയുള്ളവരുടെ ഓഫീസ് ഇരിക്കുന്ന പ്രധാന കെട്ടിടത്തിന്റെ കവാടം അങ്ങോട്ടേക്ക് കയറുന്ന ഭാഗത്ത് ഉപരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകരുടെ പ്രതിഷേധം പുരോഗമിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂറോളമായി ഇപ്പോൾ വാതിൽ തള്ളി തുറക്കാനുള്ള ശ്രമമാണ് SFIയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. കൂടുതൽ പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നു. ഒരു ബലപ്രയോഗത്തിലൂടെ തന്നെ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമായിരിക്കും ഇനി ഉണ്ടാവുക. ഡാൻ, അവിടേക്ക് കൂടുതൽ പോലീസ് എത്തുന്നത് കാണാം. ഒരു നടപടി ആവശ്യമെങ്കിൽ ആ തരത്തിൽ തന്നെ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു.
അത്തരത്തിൽ വേണം മനസ്സിലാക്കാൻ. പ്രവർത്തകർ അവിടുന്ന് പിരിഞ്ഞു പോകാൻ ഇതുവരെയും കൂട്ടാക്കിയിട്ടില്ല. പ്രധാന കവാടം, അതായത് ഡോറ് ബലമായി തുറന്ന് അകത്ത് കയറി പ്രതിഷേധിക്കാനുള്ള ഒരു നീക്കമാണ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ചെറുക്കാനായിട്ടാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അവിടേക്ക് വിന്യസിച്ചിരിക്കുന്നത്. അതിനിടയിലൂടെയാണ് വീണ്ടും അകത്തേക്ക് തള്ളി തുറന്ന് കയറാനുള്ള ഒരു ശ്രമം പ്രതിഷേധക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ചെറുക്കുന്നതിന് വേണ്ടി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് വിന്യസിച്ചിരിക്കുകയാണ്. സെനറ്റ് ഹാളിനകത്തേക്കും ഈ പ്രവർത്തകർ ഇപ്പോൾ കയറിയിരിക്കുകയാണ്. കൂട്ടത്തോടെ പ്രവർത്തകർ ഓടിക്കയറുന്നത് കാണാം. സെനറ്റ് ഹാളിനകത്തേക്കാണ് അവർ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് ഓഫീസുകളാണുള്ളത്. അതിനും അപ്പുറത്താണ് സെനറ്റ് ഹാൾ ഉള്ളത്. അങ്ങോട്ടേക്കും ഇപ്പോൾ ഈ പ്രതിഷേധിക്കുന്ന പ്രവർത്തകർ കയറിയിരിക്കുന്നു. നേരത്തെ സെനറ്റ് ഹാളിനുള്ളിലെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങളിലാണ് ഇന്നിപ്പോൾ ഗവർണർ രജിസ്ട്രാർക്കെതിരെ ഒരു നടപടി എടുത്തേക്കും. കഴിഞ്ഞ ദിവസമുണ്ടായ അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനങ്ങൾ, ആ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ എടുത്ത തീരുമാനങ്ങൾ റദ്ദ് ചെയ്തേക്കുമെന്ന വാർത്തയുള്ളത്. അതിനിടയിലാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായ SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് സർവകലാശാല ആസ്ഥാനങ്ങളിലേക്ക് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള സർവകലാശാല ആസ്ഥാനത്തെ SFI പ്രവർത്തകർ ഇപ്പോഴും കെട്ടിടത്തിൽ, സർവകലാശാല ആസ്ഥാനത്തെ പ്രധാന കെട്ടിടത്തിൽ തന്നെയാണുള്ളത്. കെട്ടിടത്തിന്റെ വരാന്തയിൽ കൂട്ടത്തോടെ നിൽക്കുകയാണ് പ്രവർത്തകർ. അവരെ മാറ്റാനായി കൂടുതൽ പോലീസ് സൈന്യം അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിലെ രണ്ടാമത്തെ നിലയിലാണ് വൈസ് ചാൻസലറുടെയും അതുപോലെയുള്ള പ്രധാനപ്പെട്ട ഓഫീസുകളുമുള്ളത്. ഈ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലാണ്. ഇപ്പോൾ താഴെയാണ് പ്രവർത്തകർ കൂട്ടത്തോടെ തമ്പടിച്ചു നിൽക്കുന്ന. വാതിൽ തള്ളി തുറക്കാനടക്കം ഈ പ്രവർത്തകർ, അവിടെ പ്രതിഷേധിക്കുന്ന പ്രവർത്തകർ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. നമ്മൾ കേരളയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട സംഘർഷം, ആ വാതിൽ ബലമായി തള്ളി തുറക്കാനല്ല, വാതിൽ പൊളിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. ഒരുപക്ഷെ ഇനി അങ്ങൊരു സംയമനത്തിന്റെ പാതയിൽ പോലീസ് പ്രതിഷേധക്കാരെ നേരിടില്ലായിരിക്കാം. കൃത്യമായ ഒരു ആക്ഷനിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. അത്